1917 ദക്ഷിണേന്ത്യയിലെ ആദ്യ സോപ്പ് നിർമ്മാണ ഫാക്ടറി എറണാകുളത്ത് ടാറ്റ സ്ഥാപിച്ചപ്പോൾ ഒരു നാടിൻ്റെ ഒന്നാകെ മേൽവിലാസം മാറി. ടാറ്റ ഓയിൽ മിൽസ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി എറണാകുളത്ത് ടാറ്റാപുരം എന്ന സ്ഥലനാമവും പിറവിക്കൊണ്ടു. ഇന്ന് 500 ഓയിൽ മിൽസ് കമ്പനി ഇന്ന് ടാറ്റ ഓയിൽ മില്ല് ഇല്ലാതായിട്ടും ടാറ്റാപുരം എന്ന പേര് മാത്രം ബാക്കിയുണ്ട്. ടാറ്റാപുരത്തിൻ്റെ വിശേഷത്തിലേക്ക്. 1917 ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സോപ്പ് ഫാക്ടറിക്ക് ടാറ്റ ഗ്രൂപ്പ് ഇവിടെയാണ് തുടക്കം കുറിച്ചത്. അന്നു മുതൽ എറണാകുളം നഗരത്തെ ആകെ സുഗന്ധപൂരിതമാക്കിയ ഈ പ്രദേശത്തെ ജനങ്ങൾ ഹൃദയപൂർവ്വം ടാറ്റാപുരം എന്ന് വിളിച്ചു തുടങ്ങി. ഹൈക്കോടതിക്കും അയ്യപ്പൻകാവിനും ഇടയിലായി പഴയ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ടാറ്റാപുരം. ഒരു കാലത്ത് 1500ഓളം തൊഴിലാളികൾ ഉപജീവനം കണ്ടെത്തിയിരുന്നു ഇവിടെ നിന്ന്. കൊച്ചി രാജാവിൽ നിന്ന് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കമ്പനി തുടങ്ങിയത് എന്ന് ചിലർ പറയുന്നു. ഗ്രഹാതുരത്വം തോന്നുന്ന പല സോപ്പ് ബ്രാൻഡുകളും സുഗന്ധ ലേപനങ്ങളും ടാറ്റാപുരത്തു നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തു. പക്ഷേ എറണാകുളത്തെ നഗരവാസികൾക്ക് ടാറ്റാപുരത്തിന്റെ മണം കിട്ടിയിരുന്നത് ഫാക്ടറിയിലെ ഷിഫ്റ്റുകൾ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങിയിരുന്ന പ്രാരാബ്ധക്കാരുടെ കുപ്പായങ്ങളിൽ നിന്നായിരുന്നു. അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ സോപ്പുകളാണ്, പിന്നെ പലതും ഉണ്ടാക്കുന്നുണ്ട് എസൻസ്. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ വന്നുകൊണ്ടിരിക്കും. കാറ്റ് വരുമ്പോഴൊക്കെ കിട്ടുമല്ലോ. പിന്നെ അവർ ജോലി കഴിഞ്ഞ് പോകുമ്പോഴും അവരുടെ ശരീരത്തിൽ ഈ ഉടുപ്പിലൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ ആ മണം കാറ്റിൽ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കും. ഒരു വ്യവസായ സ്ഥാപനം ഒരു നാടിനെ ഒന്നാകെ സ്വാധീനിച്ചത് ടാറ്റാപുരത്തിന്റെ കഥയാണ്. ഇന്നിപ്പോൾ ടാറ്റ ഓയിൽ മിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് ഹിന്ദുസ്ഥാൻ യൂണിലിവറാണുള്ളത്. 100-ൽ താഴെ തൊഴിലാളികൾ മാത്രം. ടാറ്റ ഓയിൽ മിൽ പ്രവർത്തിച്ചിരുന്ന കാലം ഇവരുടെ ഓർമ്മകളിൽ ഇപ്പോഴും ഒളിമങ്ങാതെ തുടരുന്നു. ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബ്രാൻഡ് അറിയാമല്ലോ. അപ്പം അതിൻ്റെതായ ഒരു ഫ്രീഡം അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ക്ലബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോകാനൊക്കെ പറ്റും. ഓഗസ്റ്റ് 15 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അന്നൊക്കെ ചെറുപ്പകാലം കുട്ടിക്കാലം നമുക്ക് അവിടെ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും, മിഠായിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പോകാമായിരുന്നു. ഭയങ്കര ഇതായിരുന്നു. അവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വളരെ നിസ്സാര പൈസയൊക്കെ ഉള്ളൂ അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെറുപ്പകാലമൊക്കെ നല്ല രീതിയിൽ അവിടെയൊക്കെ പോകാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഫാക്ടറിയോട് ചേർന്ന് കോർപ്പറേറ്റീവ് സൊസൈറ്റിയും പോസ്റ്റ് ഓഫീസും റേഷൻ കടയും പ്രവർത്തിച്ചിരുന്നു. കമ്പനി പൂട്ടിയതോടെ ഇവയും പൂട്ടി. പൂട്ടിപ്പോയ കമ്പനിയുടെ പഴയകാല പ്രൗഢികൾ പേറാൻ ഇവിടുത്തുകാർ ഇന്നും ഇഷ്ടപ്പെടുന്നു. ചരിത്രത്തിന്റെ സുഗന്ധം എന്താണെന്ന് ടാറ്റാപുരത്തുകാരെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. കാരണം അതിവരുടെ മേൽവിലാസങ്ങളിൽ തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ക്യാമറാമാൻ മാഹിൻ ജാഫറിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.